വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു, നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് അല്ലെ, വെക്കേഷനൊക്കെ കഴിഞ്ഞ ഒരു എന്റർടൈൻമെന്റും ഫണ്ണൊക്കെ തീർന്നു. ഇനി നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റഡി ടെക്നിക്സ് നോക്കിയാലോ. ഫസ്റ്റ് വൺ എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നതാണ്. അപ്പൊ എന്താണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മുടെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ നമ്മുടെ നോട്ട്സ് എന്താണ് ചെയ്യാറുള്ളത്? യൂഷ്വലി നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അതിന് പകരം നമ്മൾ നമ്മുടെ ബുക്ക് അടച്ചു വെച്ചിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്നിട്ട് അതിന്റെ ആൻസർ എന്ത് ചെയ്യാം, നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് ഒന്നുകിൽ എഴുതാം അല്ലെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ നോട്ട് റീഡ് ചെയ്യുന്നില്ല, പകരം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ എന്താണ്, നമ്മുടെ ബ്രെയിന് നമ്മുടെ ഇൻഫോർമേഷൻസ് റിട്രീവ് ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു മെത്തേഡാണ് നമ്മുടെ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, എന്നിട്ട് നമ്മളിത് മറന്നു പോകുമെന്ന് പറയില്ലേ. നമ്മൾ ഇപ്പം ജൂണിൽ ഒരു ചാപ്റ്റർ സ്കൂളിൽ എടുത്തു, ഞാനത് നന്നായിട്ട് പഠിച്ചു. പക്ഷേ നമ്മുടെ ക്വാർട്ടർലി എക്സാം അല്ലെങ്കിൽ ടേം എക്സാം ആവുന്ന സമയമാകുമ്പോഴേക്ക് എന്ത് സംഭവിക്കുകയാണ്, ഞാൻ ആ ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഫോർഗറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് സ്പേസ്ഡ് റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതൊന്ന് റിവൈസ് ചെയ്യും. പിന്നെ ഒരു 3 days കഴിഞ്ഞിട്ട് ഞാൻ റിവൈസ് ചെയ്യും. പിന്നെ ഞാൻ 5 days കഴിഞ്ഞ് റിവൈസ് ചെയ്യും. ദെൻ 1 week കഴിഞ്ഞ് റിവൈസ് ചെയ്യും. ദെൻ 2 weeks കഴിഞ്ഞ് റിവൈസ് ചെയ്യും. ദെൻ 1 month കഴിഞ്ഞ് റിവൈസ് ചെയ്യും. പിന്നെ ഞാൻ 2 months കഴിഞ്ഞ് റിവൈസ് ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെ സ്പേസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർവെൽ ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാണ്, ഞാനത് മറന്നുപോയല്ലോ എന്നുള്ള ആ ഒരു കാര്യം അവിടെ നമുക്ക് വരില്ല. പകരം എന്താണ്, നമ്മുടെ മെമ്മറിയിൽ ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കും എന്നതാണ്. നെക്സ്റ്റ് വി ഹാവ് പൊമഡോറോ ടെക്നിക്. ഇതെന്താണെന്നല്ലേ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 hours എടുത്ത് പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യാണ്, ഒരു 25 to 40 minutes ഇടയിലുള്ള ചെറിയ ചെറിയ സ്ലോട്ട്സ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സ്ലോട്ട്സ് ആയിട്ടിരിക്കുമ്പോൾ ഒരു 25 അല്ലെങ്കിൽ 30 minutes ഞാൻ പഠിക്കും. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, ഒരു 5 minutes ഞാൻ ഇന്റർവെൽ എടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ 30 minutes പഠിക്കും. ദെൻ അഗെയിൻ ഐ എം ടേക്കിംഗ് എ 5 minute ബ്രേക്ക്. ഇങ്ങനെ ഒരു 4 sessions ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 hours ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇരുന്ന് പഠിച്ചല്ലോ. സോ ഐ എം റിവാർഡിങ് മൈസെൽഫ് വിത്ത് എ 20 minute ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ബ്രേക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, എന്നെ തന്നെ റിവാർഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തന്നെ നമ്മൾ റിവാർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്കാണ് പൊമഡോറോ ടെക്നിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ഫെയ്ൻമാൻ ടെക്നിക്. ഐ തിങ്ക് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒന്നായിരിക്കും ഈ ഒരു ടെക്നിക്. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ദിസ് ടെക്നിക് ഈസ് കോൾഡ് ഫെയ്ൻമാൻ ടെക്നിക്. ഇങ്ങനെ ടേം ഉണ്ട് എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ടീച്ചർ ആണെന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഒരു കുട്ടിയുണ്ട്, ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ദെൻ ഐ ആം ടീച്ചിങ് ദാറ്റ് പേഴ്സൺ. അപ്പൊ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിലുള്ള ആൾക്ക്, അത് ഫ്രണ്ടിൽ ആള് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇഫ് യു ഹാവ് യങ്ങർ സിബ്ലിങ്സ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് അവരെ പഠിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു മിററിന്റെ മുമ്പിൽ ഇരുന്ന് നിങ്ങൾക്ക് ഇത് പറയാം, പ്രസന്റ് ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ ചെയറിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരാളുണ്ട്, അപ്പൊ ഐ ആം എക്സ്പ്ലെയിനിങ് ദിസ് ടു ഹിം അല്ലെങ്കിൽ ഹെർ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറയുന്നതാണ് ഫെയ്ൻമാൻ ടെക്നിക് എന്ന് പറയുന്നത്. ഇത് ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലാവില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ വേണ്ട പോലെ ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അടുത്തതായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് പ്രീ സോൾവിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു നോക്കും. പക്ഷേ അതിൽ മിക്കപ്പോഴും നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മൾ നേരെ അതിന്റെ വർക്ക്ഡ് ആൻസർ നോക്കും അല്ലേ. എന്നിട്ട് ചിലപ്പോൾ അത് തന്നെ നമ്മളിങ്ങ് കോപ്പി ആക്കിയിട്ട് എഴുതും. അപ്പൊ അതിന് പകരം നമ്മൾ ആൻസർ എന്താണെന്ന് നോക്കാണ്ട് നമുക്ക് പറ്റുന്ന പോലെ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കുക. അത് ചിലപ്പോൾ ശരിയാവാം, അല്ലെങ്കിൽ എന്താവാം, അത് തെറ്റാവാം. പക്ഷെ കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അതിന്റെ ആൻസർ എങ്ങനെയാണ് സോൾവ് ചെയ്തത് എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ എന്താണ്, നമ്മുടെ സോൾവിങ് സ്കിൽസും നമ്മുടെ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്.
ഇനി നമ്മൾ പറഞ്ഞ പൊമഡോറോ ടെക്നിക്കിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇന്റർലീവിങ് അല്ലെങ്കിൽ സബ്ജക്ട് മിക്സിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഓരോ സ്ലോട്ടുകൾ ഉണ്ടല്ലോ, അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിംഗിൾ സബ്ജക്ട് പഠിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സബ്ജക്റ്റുകളെ മിക്സ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ഒരു 2 hour സ്ലോട്ടിൽ തന്നെ നമുക്ക് 4 സബ്ജക്ട്സ് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഓരോ 30 minutes ഓരോ സബ്ജക്റ്റിന് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഇതാണ് ഇന്റർലീവിങ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് യൂസ്ഫുൾ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സെയിം സബ്ജക്ട് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നില്ല. പകരം എന്താണ്, നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ സബ്ജക്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പുതിയൊരു നോവൽറ്റി ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് അപ്പോഴെന്താണ് ഒരു ബോറായിട്ട് തോന്നില്ല. പകരം ഓക്കെ, പുതിയൊരു സബ്ജക്റ്റ് ആണല്ലോ ഇത്, ഓക്കെ നൗ ഐ വിൽ ഫോക്കസ് ഓൺ ദിസ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതുവഴി നമുക്ക് വലിയ ബോറടി ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചധികം സമയം ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അയ്യോ ഉറക്കം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് ഇനി ഫുൾ ടൈം പോയി ഉറങ്ങാനൊന്നും നിൽക്കരുത്. പക്ഷേ നമ്മൾ ഒരു സ്റ്റുഡൻറ് ഒരു 7 to 9 hours 8 hours എന്ത് ചെയ്യണം, എന്തായാലും ഉറങ്ങണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ എന്ത് കിട്ടുള്ളൂ, ഒന്ന് റീസെറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുള്ളൂ. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി നമ്മുടെ ബ്രെയിന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് റിട്രീവ് ചെയ്യുന്നതും നമ്മുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ സ്ലീപ്പാണ്. അപ്പോൾ നന്നായിട്ട് ഉറങ്ങുക കൂടി എന്ത് ചെയ്യണം, സ്റ്റുഡൻസ് ചെയ്യണം. അപ്പോൾ സ്മാർട്ടായി പഠിക്കാനുള്ള കുറച്ച് സ്റ്റഡി ടെക്നിക്സ് ആണ് പറഞ്ഞത്. ഇനി കോമൺ ആയിട്ട് സ്റ്റുഡൻസ് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യൂലേ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വരുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മൾ ആ പേജ് കംപ്ലീറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമുക്ക് എന്തായിരിക്കും, നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വലിയ ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. നേരെ മറിച്ച് നമ്മൾ ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുവാണെങ്കിലോ നമുക്ക് വായിക്കുന്ന സെന്റൻസുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടായിരിക്കും തോന്നുക. ആൻഡ് അതിന്റെ റിസൾട്ടായിട്ട് നമ്മൾ ആ ഒരു പേജ് കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, കളർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് സെക്കൻഡ് വൺ ആണ് എന്ത്, നമ്മൾ എക്സാക്ട് സെയിം ചാപ്റ്റർ തന്നെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് പഠിക്കും അല്ലേ. ഇപ്പം പൊതുവെ ഒരു കുട്ടി ഒരു സംഭവം ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും, പഠിക്കും. എന്നിട്ട് അവിടെ എന്താവും, ആ ഒരു പഠനം ബ്രേക്ക് ആയി പോയിട്ടുണ്ടാവും. ദെൻ നമ്മൾ വീണ്ടും ഒരു 2 weeks കഴിഞ്ഞ് വീണ്ടും നമ്മൾ പഠിക്കാൻ തുടങ്ങും. അപ്പൊ എഗെയിൻ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഏതായിരിക്കും, ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ചാപ്റ്റർ തന്നെ ചിലപ്പോൾ നമ്മൾ 4-5 തവണ റിവൈസ് ചെയ്യും. പക്ഷെ ബാക്കി ചാപ്റ്റേഴ്സ് ഒന്നും എന്ത് ചെയ്യില്ല, നമ്മൾ പഠിക്കില്ല. അപ്പോൾ ഒരുമിച്ച് ക്രാം ചെയ്തിരിക്കാണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ റിലാക്സ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. ആൻഡ് അടുത്തൊരു മിസ്റ്റേക്ക് ആണ് എന്ത്, വാച്ചിങ് ഈ എഡ്യൂക്കേഷണൽ വീഡിയോസ് വിത്തൗട്ട് അറ്റംപ്റ്റിംഗ് പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളും കാണുന്നതിന് പകരം എന്ത് ചെയ്യും, നമ്മൾ ടെക്സ്റ്റിലേതൊന്നും പഠിക്കാണ്ട്, നമ്മളെ നോട്ട്സ് ഒന്നും നോക്കാണ്ട്, ക്ലാസ്സുകൾ ശ്രദ്ധിക്കാണ്ട് നേരെ പോയിട്ട് അവസാനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കും. അതും എന്താണ്, അതും ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട്സും പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അല്ലാണ്ട് ഒന്നും പഠിക്കാണ്ട് നേരെ പോയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പ്രോബ്ലംസോ ചെയ്തതുകൊണ്ട് എന്തുണ്ടാവില്ല, നമുക്ക് കോൺസെപ്റ്റ്സ് കിട്ടില്ല. ആൻഡ് ലാസ്റ്റ് മിസ്റ്റേക്ക് എന്താണ്, ലാസ്റ്റ് മിനിറ്റ് ക്രാമിംഗ് ആൻഡ് കണ്ടിന്യൂസ് സ്റ്റഡിങ് വിത്തൗട്ട് സ്ട്രാറ്റജിക് ബ്രേക്സ്. നമ്മൾ ലാസ്റ്റ് എക്സാം വരുന്ന എക്സാമിന്റെ തലേ ദിവസം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ബുക്സ് തുടങ്ങുള്ളൂ. അപ്പൊ അത് പറ്റില്ല. നമ്മൾ എത്രയും നേരത്തെ തുടങ്ങുന്നോ അത്രയും നല്ലത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്മാർട്ടായിട്ട് എങ്ങനെ നമുക്കൊരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഒരു ഡെയിലി സ്റ്റഡി റുട്ടീൻ എങ്ങനെയായിരിക്കണം, ഡെയിലി നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊരു പുതിയ കോൺസെപ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. അത് മാത്രമല്ല, അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റീകോൾ ഇറ്റ് എൻറ്റയർലി വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് നോട്ട്സ് അല്ലേ. നമ്മൾ നമ്മുടെ നോട്ടിൽ നോക്കാണ്ട് നമ്മൾ ആക്റ്റീവ് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു 10-20 ആക്റ്റീവ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്ത് നോക്കുക, സോൾവ് ചെയ്ത് നോക്കുക. അതും പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം സ്വയം ചെയ്തിട്ട് മാത്രം അതിന്റെ ആൻസറിലോട്ട് നോക്കിയാൽ മതി എന്നുള്ളതാണ്. ആൻഡ് യു ക്യാൻ യൂസ് ഫെയ്ൻമാൻ ടെക്നിക്. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരാൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ റിവൈസ് അറ്റ് പ്ലാൻഡ് ഇന്റർവെൽസ് യൂസിങ് സ്പേസ്ഡ് റെപ്പിറ്റേഷൻ. നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ ഒരു ചാപ്റ്ററിന് എന്ത് ചെയ്യരുത്, അവിടെ മാറ്റി വെക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇന്റർവെൽസ് കൊടുത്ത് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് നോക്കണം എന്നുള്ളതാണ്.
സോ ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഓരോ ടോപ്പേഴ്സും പഠിക്കുന്നത്. IITians ആയിട്ടുള്ള NITians ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി അലുമിനീസ് ആയിട്ടുള്ള ആളുകളാണ് എക്സാം വൈ ലേണിംഗിലും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്കും ഇന്ത്യയിലെ ബെസ്റ്റ് ക്യാമ്പസുകളിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതും ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നിങ്ങളെ എക്സാം വൈയിൽ പഠിപ്പിക്കാൻ വരുന്നത്. അത് മാത്രമല്ല കേരളത്തിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള 1-to-1 മെന്റർഷിപ്പും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി അത് കൂടാണ്ട് സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് പഠിച്ചു പോവല്ല, മറിച്ച് കറക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ക്ലാരിഫിക്കേഷനും ഇനി വിഷ്വൽ സിമുലേഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഇന്ററാക്റ്റീവ് ലേണിംഗും എക്സാം വൈയിലുണ്ട്. അത് മാത്രമല്ല CM Kids, NMMS, ഒളിമ്പിയാഡ് പോലുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ടാലന്റ് സെർച്ച് എക്സാമിനേഷനും ഉള്ള ഗൈഡൻസും നിങ്ങൾക്ക് എക്സാം വൈയിൽ കിട്ടും. 6 മുതൽ 10 വരെ ക്ലാസ്സുകളിലാണ് എക്സാം വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഉള്ളത്. അപ്പോൾ എക്സാം വൈ ഫൗണ്ടേഷനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എക്സാം വൈ ലേണിംഗ് ഫോളോ ചെയ്യാനും മറക്കണ്ട.